ഹായ് ഓൾ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡപ്പ് പൗച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള റിവ്യൂ തരാമെന്ന്. 100 ഗ്രാമും 250 ഗ്രാമാണ് നമ്മൾ സ്റ്റാൻഡപ്പ് പൗച്ചിൻ്റെ സൈസ് വേണ്ടിയത് മേടിച്ചത്. അതിൽ 100 ഗ്രാം ഓക്കെയാണ് കറക്റ്റ് പാക്ക് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ 250 ഗ്രാമിൽ നമ്മൾ ഇടിച്ച് കുത്തി പാക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. 200 ഗ്രാം ഒക്കെ ആണെങ്കിൽ ഓക്കെ പാക്ക് ആവുന്നുണ്ട്. പക്ഷേ 200 ഗ്രാം നമുക്കില്ല. നമ്മൾ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. പക്ഷേ 250 നമ്മൾ കറക്റ്റ് അതിൻ്റെ അകത്ത് ഇടിച്ച് തള്ളി അമക്കി വെച്ചാൽ മാത്രമേ പാക്ക് ആവത്തുള്ളൂ. ഇന്ന് നമുക്കൊരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് കിട്ടിയൊരു ഓർഡറാണ്. അവർക്ക് സാമ്പിൾസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DTDC വഴി അയക്കാനാണ്. അങ്ങനെ നമ്മളിതെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം DTDC വഴി അയക്കുന്നതുകൊണ്ട് എങ്ങനെ ഏതാ അവിടെ ചെന്നിട്ട് ഇനി ഓപ്പൺ ചെയ്യണോ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഫുൾ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ബബിൾ റാപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ അവരുടെ അടുത്ത് കൊണ്ടുപോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരാണ് ഫുൾ പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊറിയർ ചെയ്യുന്നത്. എല്ലാം അവർ തന്നെ ഡയറക്റ്റ് ആയിരുന്നു. അപ്പം അവർ പറഞ്ഞു നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് തന്നെ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് അത് കൂടാതെ നമുക്ക് 2 ഓർഡറും കൂടെ ഉണ്ടായിരുന്നു കൊറിയർ അയക്കാൻ. അത് നമ്മൾ ഷിപ്പ് റോക്കറ്റ് വഴി തന്നെ ആമസോൺ വഴിയാണ് അയച്ചേക്കുന്നത്. ഒന്ന് ആലുവയിലേക്കും ഒന്ന് മലപ്പുറത്തേക്കുമാണ് നമ്മൾ ഈ കൊറിയർ അയച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 കിലോയുടെ താഴെ വരെ ഉള്ള സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊറിയർ അയക്കാൻ പറ്റുന്നതാണ്. സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്ന് പേയ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും.